ഹായ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് RCM പ്രോസസ്സാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ടോപ്പിക് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. നമുക്ക് ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ടോപ്പിക് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിന്റെ ഫുൾ വർക്ക് പ്രോസസ്സ്, denial management, hard adjudication rules, take case coding guidelines, തസ്നീഫ് auditing guidelines, ഡ്രഗ് ലിസ്റ്റ്, പ്രൈസ് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഗൈഡ്ലൈൻസുകൾ, പിന്നെ ദമാൻ ലാബ് ഗൈഡ്ലൈൻസ്, റീകൺസിലൈസേഷൻ, ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെന്റ് കോഡിംഗ് ഗൈഡ്ലൈൻസ് 2021, ഡെർമറ്റോളജി, ഡെന്റൽ ആൻഡ് ടെലിമെഡിസിൻ ഗൈഡ്ലൈൻസ്, ദുബായ് കോഡിംഗ്. ഓക്കെ, അബുദാബി കോഡിങ്ങിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ദുബായ് കോഡിങ്ങിൽ, അതിന്റെ ഗൈഡ്ലൈൻസ്, physiotherapy, obstetric and gynecology guidelines, and interview preparation, and some claim chart models. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ബ്രീഫായിട്ട് എന്താണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, ആസ് എ കോഡ് നമ്മളുടെ വർക്ക് റോൾ എന്താണ് എന്നുള്ളത് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, അപ്പൊ നമുക്ക് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിസപ്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: process of identifying, collecting and managing the practice revenue from payers based on the service provider. ഓക്കെ, അതായത് ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെ സർവീസസുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ സർവീസസിന്റെ പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പേയ്മെന്റ്, ഈ ഒരു പ്രോപ്പർ ആയിട്ട് ഈ ഒരു റവന്യൂ ഇൻഷുറൻസ് സൈഡിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി സ്റ്റെപ്പുകളിലൂടെയാണ് അത് പോകുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് പേഷ്യന്റ് റിസപ്ഷനിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നീട് പേഷ്യന്റ് ക്ലെയിമുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ക്ലെയിം കോഡ് ചെയ്യേണ്ടത്, എങ്ങനെ അത് സബ്മിഷൻ ചെയ്യണം, എങ്ങനെ അത് റിജക്ഷൻ വന്നാൽ പിന്നീട് എന്തൊക്കെ ഫർദർ സ്റ്റെപ്പുകൾ അതിനെടുക്കണം, എങ്ങനെ റീകൺസിലൈസേഷൻ പ്രോസസ്സ് ചെയ്യണം, എങ്ങനെ ഓഡിറ്റിങ്ങൾ ഫേസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർസ്, ഓക്കെ, യുഎയിൽ ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, HIS, CMS എന്ന് പറയുന്ന ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, ഈ സോഫ്റ്റ്വെയർസിലൂടെയാണ് നമ്മൾ ഈ ക്ലെയിംസുകളെല്ലാം തന്നെ കോഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സോഫ്റ്റ്വെയറിൽ കോഡിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഒത്തിരി ഇതിന്റെ ഡെഫിനിഷൻസോ കാര്യങ്ങളൊന്നും ഞാനിപ്പോ ഈ ഒരു സെക്ഷനിൽ പറയുന്നില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇത് 20 to 25 മിനിറ്റ്സിനുള്ളിൽ മിനിറ്റ്സിൽ നമ്മൾ എടുക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എല്ലാ ഏരിയാസിനും ടച്ച് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർസിലൂടെ, അപ്പോൾ നമുക്കറിയാം UAയിൽ HIS സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, CMS ടൈപ്പിലുള്ള യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് HIS എന്താണ്, CMS എന്താണ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഓക്കെ, നമ്മുടെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിസപ്ഷനിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു പേഷ്യന്റ് റിസപ്ഷനിൽ വരുമ്പോൾ ഫസ്റ്റ് ആ പേഷ്യന്റ് റിസപ്ഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യേണ്ടത്, മീൻസ് ഫസ്റ്റ് പേഷ്യന്റ് ഓൺലൈൻ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ പിന്നീട് പേഷ്യന്റിനെ രജിസ്ട്രേഷൻ ചെയ്യുന്നു, പിന്നീട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പേഷ്യന്റ് നഴ്സിംഗ് റൂമിലോട്ട് പോകുന്നത്. അപ്പൊ നഴ്സിംഗ് റൂമിൽ ചെല്ലുമ്പോൾ നേഴ്സസ് എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയും വൈറ്റൽ സയൻസ് ഒക്കെ എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പേഷ്യന്റ് ഫിസിഷ്യൻ റൂമിലേക്ക് പോകുന്നു. അവിടെ ഡോക്ടർ ചെയ്യുന്ന വർക്കുകൾ, ഓക്കെ, ഡോക്ടർ പേഷ്യന്റിന്റെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നു, ഡോക്ടർ പേഷ്യന്റ് എക്സാമിൻ ചെയ്യുന്നു, ആ ഒരു ഫൈൻഡിങ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് ട്രീറ്റ്മെന്റ് റൂമിലോട്ട് പോകുന്നു. അവിടെ പേഷ്യന്റിന് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ മീൻസ് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം തന്നെ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് റൂമിലോട്ട്, അതായത് പേഷ്യന്റ് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് റൂമിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റ് ബില്ലിംഗ് ഏരിയയിലേക്ക് പോകും. കാരണം നമുക്ക് ഇതൊരു ഇൻഷുറൻസ് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് ചിലപ്പോൾ എല്ലാ സർവീസസുകൾക്കും പേയ്മെന്റ് കിട്ടണമെന്ന് ഒരു 100% നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് ഫിസിഷ്യൻ റൂമിൽ നിന്ന് നേരെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് ആണ് അറിയാൻ പറ്റുകയുള്ളൂ ഇതിൽ ഏതൊക്കെ സർവീസസുകൾ ഈ ഒരു ഇൻഷുറൻസ് കാർഡിൽ പേഷ്യന്റിന് കവേർഡ് ആണ്, ഏതൊക്കെ സർവീസസുകൾക്കാണ് പ്രയർ അപ്രൂവൽസ് എടുക്കേണ്ടി വരുന്നത്. കാരണം ഓരോ ഇൻഷുറൻസിലും ലിമിറ്റുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആഫിയ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് യൂസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് അവർക്ക് 250 AED വരെ ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 250 AED വരുന്ന സർവീസസുകളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പ്രയർ അപ്രൂവൽ എടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നെസ്കെയർ ഇൻഷുറൻസ് ആണെങ്കിൽ 450 AED വരെയാണ്. FMC ഇൻഷുറൻസ് ആണെങ്കിൽ 100 AED വരെയാണ്. അപ്പൊ അങ്ങനെ ഓരോ ഇൻഷുറൻസ് കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള ഇൻഷുറൻസ് ലിമിറ്റുകൾ അവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇൻഷുറൻസ് ലിമിറ്റിൽ എക്സീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയർ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ പ്രയർ അപ്രൂവലിന് ആ ഒരു സർവീസ് ഇൻഷുറൻസ് കമ്പനി അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് പേഷ്യന്റ് ക്യാഷിൽ, ഓക്കെ, പേഷ്യന്റ് ആ സർവീസ് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ക്യാഷിൽ ആ സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്തൊക്കെ സർവീസസുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആ സർവീസസുകൾക്ക് ആ എല്ലാ സർവീസസുകളും നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ, ഇൻഷുറൻസിന്റെ അണ്ടറിൽ കൊടുക്കാം. നമുക്ക് സർവീസസ് പേഷ്യന്റ് കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇൻഷുറൻസിന്റെ അണ്ടറിൽ അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ വൺ സർവീസ് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സർവീസ് ഇൻഷുറൻസിന്റെ അണ്ടറിൽ കവേർഡ് അല്ല എന്നുള്ളത് വരുന്നതെങ്കിൽ പിന്നീട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. പേഷ്യന്റ് ക്യാഷ് പേ ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ആ സർവീസിന്റെ പേയ്മെന്റ് ഹോസ്പിറ്റലിന് ലോസ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്തൊക്കെ സർവീസസുകളാണോ എഴുതിയിരിക്കുന്നത് ആ സർവീസസുകളെല്ലാം തന്നെ പ്രോപ്പർലി ചെക്ക് ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് ഏതൊക്കെ സർവീസസുകൾക്ക് പ്രയർ അപ്രൂവൽ വേണോ ആ സർവീസസുകൾക്ക് എല്ലാം പ്രോപ്പറായിട്ട് പ്രയർ അപ്രൂവൽ സെൻഡ് ചെയ്ത് അപ്രൂവൽ കിട്ടിയതിന് ശേഷം ചെയ്യുക. അതല്ല അപ്രൂവൽ കിട്ടിയിട്ടില്ല, ഓക്കെ, അത് റിജക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ സർവീസ് പേഷ്യന്റ് ക്യാഷിൽ ചെയ്യാൻ ബില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ല പേഷ്യന്റ് ക്യാഷിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻഷുറൻസിന്റെ മീൻസ് പേഷ്യന്റ് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രയർ അപ്രൂവൽ പ്രോപ്പർ ആയിട്ട് നോക്കണം, എലിജിബിലിറ്റി പ്രോപ്പർ ആയിട്ട് നോക്കണം. അതുപോലെ കോ പേയ്മെന്റ്, കോ ഇൻഷുറൻസ്, ഡിഡക്റ്റബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ പേഷ്യന്റ് കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കോ പേയ്മെന്റ് എന്താണ്, കോ ഇൻഷുറൻസ് എന്താണ്, ഡിഡക്റ്റബിൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ബില്ലിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ബില്ലിങ്ങിൽ ചെക്ക് ചെയ്തതിന് ശേഷം പേഷ്യന്റ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഇൻഷുറൻസ് കാർഡ് ആക്റ്റീവ് ആണ്, വേറെ ഇഷ്യൂസുകൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ബില്ല് ചെയ്തതിന് ശേഷമാണ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം പേഷ്യന്റ് ഇപ്പൊ മെഡിസിൻ ആണ് കളക്ട് ചെയ്യുന്നെങ്കിൽ ഫാർമസിയിലോട്ട് പോകാം. അതല്ല പേഷ്യന്റ് ഇപ്പൊ ലാബ് സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ ലാബോറട്ടറിയിലോട്ട് പോകാം. അതുപോലെ തന്നെ പേഷ്യന്റിന് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെങ്കിൽ പ്രൊസീജിയർ റൂമിലോട്ട് പോകാം. അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് ഉള്ള പ്രൊസീജിയേഴ്സ് പേഷ്യന്റിന് റിസീവ് ചെയ്യാം. ഓക്കെ, അത് പേഷ്യന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം റിസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ക്യാഷ് ഔട്ട് ചെയ്യുമ്പോൾ പേഷ്യന്റിൽ നിന്ന് എന്തെങ്കിലും പേയ്മെന്റ് ഇങ്ങോട്ട് കളക്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ക്യാഷ് ഡിപ്പാർട്ട്മെന്റിൽ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഫൈന് ക്യാഷ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫ്രം റിസപ്ഷൻ ടു ബിൽ ഔട്ട് ആൻഡ് ക്യാഷ് ഔട്ട്. ഓക്കെ, ഇത്രയും വർക്കുകളാണ് ഹോസ്പിറ്റലിന് ഇൻസൈഡ് നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ ഫയല്, അതായത് പേഷ്യന്റ് ബിൽ ഔട്ട് ആൻഡ് ക്യാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പോയതിന് ശേഷം പേഷ്യന്റിന്റെ ഫയല് കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്നത്. ഓക്കെ, ഈ കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മളുടെ ആസ് എ കോഡർ നമ്മളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ ഫസ്റ്റ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിന്റെ ഈ ഒരു ഫസ്റ്റ് സൈക്കിളിൽ നമ്മുടെ റോള് വരുന്ന ഒന്ന് രണ്ട് ഏരിയാസ് ഉണ്ട്. അതൊന്ന് റിസപ്ഷൻ ഏരിയയിൽ ഓൺലൈൻ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ പേഷ്യന്റ് രജിസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കോഡേഴ്സിന്റെ ഒരു ഇതുണ്ട്.
വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ പ്രയർ അപ്രൂവൽസ് എടുക്കുന്ന സെക്ഷനിൽ ബില്ലിംഗ് ഏരിയയിൽ ഹോൾഡേഴ്സിന് ഒരു വർക്ക് റോള് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫയല് ബിൽ ഔട്ട് ആൻഡ് ക്യാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഈ ഫയല് നോൺ മെഡിക്കൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫസ്റ്റ് നോൺ മെഡിക്കൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോൺ മെഡിക്കൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ റിസപ്ഷനിൽ, ഓക്കെ, റിസപ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാണ് നോൺ മെഡിക്കൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പേഷ്യന്റിന് എന്തൊക്കെ സർവീസുകളാണ്, മീൻസ് പേഷ്യന്റ് എലിജിബിലിറ്റി, അതുപോലെ തന്നെ പേഷ്യന്റ് എന്തൊക്കെ സർവീസസുകൾ കൊടുത്തിട്ടുണ്ട്, ആ സർവീസസ് എല്ലാം പ്രോപ്പറായിട്ട് ബില്ല് ചെയ്തിട്ടുണ്ടോ, അതിന്റെ പ്രോപ്പറായിട്ട് അപ്രൂവൽസ് എല്ലാം എടുത്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് അതിന്റെ ഓതറൈസേഷൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോൺ മെഡിക്കൽ ഓഡിറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കല്ല, ഇൻഷുറൻസ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് പേഷ്യന്റിന്റെ ഫയലിൽ വായിച്ചു നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഡോക്ടർ എന്തൊക്കെ സർവീസസുകളാണ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ കംപ്ലൈൻസ് ആണ് പേഷ്യന്റ് പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ചുള്ള ഡയഗ്നോസിസുകൾ എന്താണ്, ഇതെല്ലാം പ്രോപ്പറായി വായിച്ചു നോക്കിയതിന് ശേഷമാണ് നമ്മൾ കോഡ്സ് കറക്റ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് കോഡുകളെല്ലാം തന്നെ ഇനിഷ്യലി ഇട്ടിട്ടായിരിക്കും ഫയൽ വരുന്നത്, നമ്മൾ ആ കോഡ് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോഡ് കറക്റ്റ് ചെയ്യുകയും അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത്, ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ഫയൽ പ്രോപ്പറായിട്ട് നമ്മൾ ഫയലിന്റെ പ്രോപ്പർ ICD-10 ആൻഡ് CPT കോഡ്സ് ഇട്ടതിന് ശേഷം ഫയൽ നമ്മൾ സബ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോൺ മെഡിക്കൽ ഓഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നോൺ മെഡിക്കൽ ഓഡിറ്റിംഗ് നമ്മൾ ഇൻഷുറൻസ് കാർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇൻഷുറൻസ് കാർഡിൽ എന്തെങ്കിലും ഇഷ്യൂസുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. കോഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ICD-CPT കോഡിംഗ് ഗൈഡ്ലൈൻസ് അനുസരിച്ച്, ചിലപ്പോൾ കോമ്പിനേഷൻ കോഡ്സ് കൊടുക്കാനുണ്ടായിരിക്കാം, ചിലപ്പോൾ SQL ഡയഗ്നോസിസ് നോക്കാനുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നു. അതിൽ ഒരു മിസ്റ്റേക്സുകൾ ഇല്ല എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ, എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫയൽ സബ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്മിഷൻ പ്രോസസ്സ്, നമ്മൾ ഒരിക്കലും ഒരു ഇൻഷുറൻസ് ഫയൽ നമ്മൾ ഡയറക്റ്റ് ഇൻഷുറൻസ് കമ്പനിയിലേക്കല്ല നമ്മൾ സബ്മിഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾക്കും അതാത് ഹെൽത്ത് അതോറിറ്റിയുടെ പോസ്റ്റ് ഓഫീസുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അബുദാബി, ഓക്കെ, ഇപ്പൊ അബുദാബിയുടെ ഹെൽത്ത് അതോറിറ്റി പോസ്റ്റ് ഓഫീസ്, അബുദാബി എന്ന് പറയുന്ന അവരുടെ ഹെൽത്ത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ DHA ആണ്. ഓക്കെ, അപ്പൊ മുമ്പൊക്കെ DHA എന്നുള്ള ഹാർഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ഹാർഡ് എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് DHA എന്നുള്ള പേരിലാണ് ഇപ്പൊ അറിയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻഷുറൻസിന്റെ ഫയൽസ് നമ്മൾ മീൻസ് നമ്മൾ സബ്മിഷൻ ചെയ്ത് ഹെൽത്ത് അതോറിറ്റി പോസ്റ്റ് ഓഫീസുകളിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ അബുദാബി ഹെൽത്ത് അതോറിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, DHA എന്ന് പറയുന്നത്. അവരുടെ ഹെൽത്ത് അതോറിറ്റി പോസ്റ്റ് ഓഫീസാണ് ഷഫാഫിയ. ഓക്കെ,